ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ ഈ വീട്ടിലെ ഒറ്റയ്ക്കാണ് താമസിക്കണേട്ടാ. എൻ്റെ കൂടെ ഒരാളും ഇല്ല. ഞാനിപ്പോൾ അലക്കണത് എൻ്റെ വീട്ടിലേക്ക് ഒരു പെറ്റിനെ മേടിച്ചാലോ എന്ന്. നമുക്ക് പട്ടീനെ പൂച്ചേനെ എന്തെങ്കിലും മേടിക്കാം. നമുക്ക് പട്ടീനെ മേടിക്കാം, അതായിരിക്കും നല്ലത്. ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കായിരുന്നു ഒരു പട്ടീനെ മേടിച്ചാലോ എന്ന്. നമ്മുടെ ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, അവൻ്റെ അടുത്ത് ഒരു പട്ടിയുണ്ട്. ആ പട്ടിയുടെ പേര് ചോപ്പാ. പിന്നെ നമ്മുടെ ഇന്ത്യൻ തെഫ്റ്റ് ഹോട്ടലത്തെ ജാക്കില്ലേ, അവൻ്റെ അടുത്തും ഒരു പട്ടിയുണ്ട്. അവൻ്റെ പേര് റോക്കി എന്നാ. എൻ്റെ അടുത്ത് മാത്രം പട്ടിയൊന്നുമില്ല. ഞാനപ്പോൾ ആലോചിക്കണതേ ഒരു പട്ടീനെ മേടിച്ചാലോ എന്നാ. അതിപ്പോൾ ഏതായാലും നല്ലതാ. ഞാൻ പിന്നെ എൻ്റെ ഡിഫൻഡർ ഇല്ലേ, അതൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തുട്ടാ. ഈ വണ്ടിയിലേ ഞാൻ വലിയ ടയറൊക്കെ വെച്ചു. ഇത് പിന്നെ ഓഫ് റോഡിന് പറ്റിയ ടയറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഓഫ് റോഡ് പോകാൻ പറ്റും. പിന്നെ വണ്ടിയുടെ കളറൊക്കെ മാറ്റി. മുന്നത് വൈറ്റ് കളറായിരുന്നു, ഇപ്പോൾ ഞാനിത് ബ്ലാക്ക് ആക്കി. പിന്നെ ഗ്ലാസ്സൊക്കെ ടിൻ്റ് അടിച്ചു. ഇപ്പോൾ വണ്ടി കാണാൻ നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയും ഇല്ല. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് പോയിട്ടൊരു പെറ്റിനെ വാങ്ങാം. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാം. ഈ വഴി കൂടെ പോയാലേ നമ്മളൊരു സിറ്റിയിലെത്തും. ആ സിറ്റിയിൽ ഒരു പുതിയ പെറ്റ് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ആ പെറ്റ് ഷോപ്പിൽ പോവാം. അവിടെ നിന്ന് നമുക്ക് പെറ്റിനെ വാങ്ങാൻ പറ്റേ. ഒരു പെറ്റിനെ വാങ്ങാനായിട്ട് കുറച്ച് പൈസ ചിലവാകും കേട്ടാ. ഏകദേശം 1,00,000 രൂപ ചിലവുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. നമുക്ക് ഏത് പെറ്റിനെ വേണമെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ആ സിറ്റിയിൽ വന്നേക്കാ. ഈ സിറ്റിയിലാണ് ആ പെറ്റ് ഷോപ്പ് ഉള്ളത്. ആ പെറ്റ് ഷോപ്പ് എവിടെ ഉള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടാ. എനിക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ അറിയില്ല. നമുക്ക് കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ്, ഈ ഭാഗത്ത് എവിടെയാണ് ആ പെറ്റ് ഷോപ്പ് ഉള്ളത്? അതെ അതെ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പെറ്റ് ഷോപ്പ്. അവിടെ ഇഷ്ടം പോലെ പെറ്റുണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് പോയിട്ട് ഒരു പെറ്റിനെ വാങ്ങാം. ഇതിലിപ്പോൾ ഏതാ വാങ്ങാം? ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ പിന്നെ പട്ടിയുണ്ട്. ഇതൊന്നിട്ട് ഡൈനോസറാ. ഇത് ഡൈനോസറിൻ്റെ കുട്ടിയല്ലേ? ഇതൊക്കെ ഒരു പെറ്റാണോ? സംഭവം കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഒരു ഫിഷ് ഉണ്ട്. ഈ ഫിഷ് പക്ഷെ ഡാൻസ് കളിക്കുക. ഇതും കൊള്ളാണ്ടാ. അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഒരു കുതിരയുണ്ട്. എനിക്ക് ആക്ച്വലി കുതിരനെ ഇഷ്ടമാണ്. ഇതിനെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിനെ നോക്കാൻ പറ്റില്ലേ. ഇതിനൊക്കെ നോക്കാനായിട്ടേ ഭയങ്കര പാടാ. അതുകൊണ്ട് നമുക്കേ ഈ കാണുന്ന പട്ടീനെ മേടിക്കാം, അതായിരിക്കും നല്ലത്. ഈ കടയുടെ ഓണർ എവിടെയാ? ഈ പട്ടീനൊന്ന് മേടിക്കണമായിരുന്നു. ഇതിന് എത്രയാണോ റേറ്റ്? ഹലോ ചേട്ടാ, അതെ, ഈ കാണുന്ന പട്ടീനില്ലേ, എനിക്കൊന്ന് മേടിക്കണം. എത്ര ഇതിൻ്റെ റേറ്റ്? ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല, ആകെ 3 ലക്ഷം മാത്രമേ ഉള്ളൂ. 3 ലക്ഷാ? ചേട്ടാ, ഇത് ഇച്ചിരി അധികമല്ലേ? കുറച്ച് ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ? ഡിസ്കൗണ്ടാ? ഞാനിപ്പോൾ എങ്ങനെയാ ഡിസ്കൗണ്ട് തരാ? അതെ, ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ ഒരു സാധാരണ പട്ടിയല്ല. ഇതൊരു വെറൈറ്റി പട്ടിയാ. ഈ പട്ടിക്ക് സംസാരിക്കാൻ പറ്റും. അതുമാത്രല്ല, അതിൻ്റെ പുറത്ത് കയറിയിട്ടേ റൈഡ് ചെയ്യാനും പറ്റും. പുറത്ത് കയറി റൈഡ് ചെയ്യേ? ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ഇത് കൊള്ളാലോ ഗൈസ്. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ പട്ടിയുടെ പുറത്ത് കയറാൻ പറ്റും. എന്നിട്ട് എങ്ങോട്ടെങ്കിലും വേണമെങ്കിലും പോവാം, ഒരു കുഴപ്പമില്ല. അല്ല ചേട്ടാ, അപ്പോൾ ഈ പട്ടിക്ക് വേദന എടുക്കില്ലേ? ഇല്ലില്ല, ഈ പട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. നിനക്ക് വേണമെങ്കിൽ കാശ്മീർ വരെ പോവാം, അപ്പോഴും ഒരു കുഴപ്പമുണ്ടാവില്ല. പട്ടിക്ക് സമയത്തിന് ഫുഡ് കൊടുത്താൽ മതി. എങ്ങനെയുണ്ട് ചേട്ടാ? സംഭവം കുഴപ്പമില്ല. ഈ പട്ടിക്ക് സംസാരിക്കാനൊക്കെ പറ്റും, അത് നല്ലതാണ്. അപ്പോഴും 3 ലക്ഷം ഇച്ചിരി അധിക. ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ? ശരി, വേണമെങ്കിൽ ഒരു ചെറിയ ഡിസ്കൗണ്ട് തരാം. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പട്ടീനെ 2 ലക്ഷത്തിന് തരാം. 2 ലക്ഷാ? എന്നാൽ ശരി. ഗൈസ്, ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ചേട്ടാ, ലൈക്കും സബും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 2 ലക്ഷത്തിന് ഉറപ്പിക്കല്ലേ?
ആ 2 ലക്ഷത്തിന് ഉറപ്പിക്കാം. പേയ്മെൻ്റ് എങ്ങനെയാ? ക്യാഷ് ആണോ കാർഡാണോ ജി പേ ആണോ? ഞാൻ ജി പേ ചെയ്യാം. Meanwhile, ഓക്കെ, നമ്മളങ്ങനെ ആ പട്ടീനെ മേടിച്ചേക്കാൻ കേട്ടാ. ക്യാഷ് ഞാൻ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തു. ആ പട്ടി ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ഈ പട്ടിക്ക് ഇനി ഒരു പേര് കൊടുക്കണ്ടേ? പേര് എന്തിട്ട് കൊടുക്ക? ആ ടോമി. ടോമി നല്ല പേരാ. ഈ പട്ടി പിന്നെ സംസാരിക്കുന്ന പറയണേ. ഇതെന്തൊന്നും മിണ്ടാത്ത? ഹലോ പട്ടി, നിനക്ക് പേരിട്ടു. നിന്റെ പേര് ടോമിന്നാ. ടോമി പേര് എങ്ങനെയുണ്ട്? ആ ബോസേ, അത് കുഴപ്പമില്ല. ടോമി പേര് എനിക്കിഷ്ടായി. ഇനി മുതൽ എന്നെ ടോമിനെ വിളിച്ചാൽ മതി. ആണോ? എന്നാ ശരി, ഞാൻ നിന്നെ ടോമിന്ന് വിളിക്കാം. അതെ, എന്നെ ബോസ് എന്നൊന്നും വിളിക്കണ്ടട്ടാ. ഞാൻ ആരുടെയും ബോസൊന്നുമല്ല. എൻ്റെ പേര് ഫ്രാങ്ക്ലിന്നാ. എടാ ഫ്രാങ്ക്ലിൻ എന്ന് വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ആണോ? എന്നാ ശരി, ഞാൻ ഇനി മുതൽ ഫ്രാങ്ക്ലിൻ എന്ന് വിളിക്കാം. അല്ല, നമ്മുടെ വീട് എവിടെയാ? എവിടെ അടുത്താണോ? ആടെ ടോമിയെ, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, അധികം ദൂരുന്നില്ല. അല്ല, നീ വലുതും കഴിച്ചാ? നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്തുട്ടാ? എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബർഗർ, പിന്നെ മന്തി. അതും പെരി പെരി അൽഫാം മന്തി. നോർമൽ അൽഫാം എനിക്ക് ഇഷ്ടമല്ല, പെരി പെരിയാണ് ഇഷ്ടം. ഈ രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഓ, ഈ പട്ടി മന്തിയാണ് കഴിക്കാനട്ടാ. ആ അത് കുഴപ്പമില്ല. എൻ്റെ ഫേവറേറ്റ് ഫുഡും മന്തി തന്നെയാ, അതും പെരി പെരി. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ടോമിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. നമുക്കാദ്യേ വീട്ടിലേക്ക് പോവാം. ടോമിക്ക് നമ്മുടെ വീടൊക്കെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. എടാ ടോമിയെ, ഇത് നോക്കിയേ, ഇതാണ് എൻ്റെ വീട്. എടാ ഫ്രാങ്ക്ലിനെ, ഇത് കൊള്ളാലോ. ഈ വീട് നൈസായിട്ട് കേട്ടാ. നമുക്ക് അകത്തേക്ക് കയറിയാലോ? ആടെ ടോമിയെ, നമുക്ക് അകത്തേക്ക് കയറാം. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇത് പിന്നെ ഹാളാണ്. ഇത് പിന്നെ എൻ്റെ ബെഡ്റൂമാ. ഇവിടെ ടി വിയും പിന്നെ എൻ്റെ ഗെയിമിംഗ് പി സിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേലേക്ക് കയറി പോവാം. മേലെ പിന്നെ ഇങ്ങനെയാണ് സെറ്റപ്പ്. എടാ ഫ്രാങ്ക്ലിന്, ഇതെന്തത്? ഇത് വലിയൊരു ജിമ്മാണല്ലോ. നീ എപ്പോ വർക്കൗട്ട് ചെയ്യാറുണ്ടാ? ആടെ ടോമിയെ, ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ടൈം കിട്ടുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യും. എങ്ങനെയുണ്ട് എൻ്റെ വീട്? നൈസായില്ലേ? ആടാ ഫ്രാങ്ക്ലിന്, നിന്റെ വീട് നൈസായിണ്ട്, ഒരു രക്ഷയുമില്ല. അല്ല, എനിക്ക് മാത്രം വീടില്ല. എനിക്കൊരു ചെറിയ പട്ടിക്കൂട് വേണം, എൻ്റെ ഒരു ആഗ്രഹ. ഏ, പട്ടിക്കൂടാ? ഒരു മിനിറ്റ്, ഞാനിപ്പോൾ സെറ്റാക്കാം. a few moments later. ഓക്കെ, ഇവിടെ ഞാൻ ടോമിക്ക് ഒരു ചെറിയ പട്ടിക്കൂട് സെറ്റാക്കിട്ടാ. ഇതിപ്പോൾ കാണാനായിട്ട് വലിയ രസം ഉണ്ടാവില്ല, പക്ഷേ ഇത് തൽക്കാലത്തേക്ക് ചെയ്തേക്കാ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു നല്ലതുണ്ടാക്കാം. എന്തെങ്കിലും ആട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തൊരു ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.